ഹലോ കൂട്ടുകാരെ, ഈ പുഴയും കടന്നെന്ന സീരിയലിൽ നാളെ മേഘനയുമായിട്ട് വരുന്ന നിവിനെയാണ് കാണുന്നത്. അതായത് ജയപാലൻ ഇത്രയും നാളും പറഞ്ഞിരുന്ന കള്ളങ്ങളെല്ലാം നാളത്തോടു കൂടി പൊളിയുകയാണ്. മേഘൻ്റെ വായിൽ നിന്ന് യഥാർത്ഥ സത്യം പുറത്തു വരും, തീർച്ചയായും പുറത്തു വരും. അരവിന്ദൻ തന്നെയാണ് ഈ സ്ഥലം വാങ്ങാൻ ശ്രമിച്ചതെന്നും അതിന് പൈസ അയച്ചത് അരവിന്ദൻ തന്നെയാണെന്നും മേഘൻ തുറന്നു പറയുമ്പോൾ ജയപാലൻ്റെ മുഖംമൂടി അവിടെ അഴിഞ്ഞു വീഴുകയാണ്. രാജേശ്വരി ജീവന തുല്യം സ്നേഹിച്ച, ദൈവത്തെ പോലെ വിശ്വസിച്ച ചേട്ടൻ്റെ നുണ കൊണ്ടുണ്ടാക്കിയ കൊട്ടാരം നാളെ തീർച്ചയായും പൊളിഞ്ഞു വീഴും. അതിൻ്റെ ദേഷ്യത്തിൽ, സത്യം മാറുന്നതിൻ്റെ ദേഷ്യത്തിൽ കാവേരി ജയപാലൻ്റെ ഷർട്ടിൻ്റെ കോളറിന് പിടിച്ച് വഴക്കുണ്ടാക്കുന്നതൊക്കെയുണ്ട്. എല്ലാവരും കൂടി പിടിച്ചു മാറ്റുന്നുണ്ട് കാവേരി. എന്നാലും വളരെ ദേഷ്യത്തിൽ തന്നെയാണ് കാവേരി. കൂടാതെ ശാരദ ചോദിക്കുന്നുണ്ട്, നിങ്ങളെ കൂടപ്പിറപ്പിനെ പോലെ വിശ്വസിച്ചിരുന്നതല്ലേ എൻ്റെ അരവിന്ദേട്ടൻ, എന്നിട്ട് ആ അരവിന്ദേട്ടനെ നിങ്ങൾ ചതിച്ചില്ലേ? നിങ്ങളൊരു കാലത്തും ഗുണം പിടിക്കില്ല, നിങ്ങളുടെ തറവാടും നിങ്ങളുടെ സ്വത്തും എല്ലാം നശിച്ചു പോകും എന്ന് പറഞ്ഞ് ശാരദ തലയിൽ കൈവച്ചുകൊണ്ട് ശപിക്കുകയാണ് ജയപാലനെ. ആ ശാപം ജയപാലന് എങ്ങനെയാകും, ആ ശാപം ഏൽക്കുകയോ എന്നൊക്കെ നമുക്ക് ഇനി വരും എപ്പിസോഡുകളിൽ കാണാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക.